ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പിതൃസൂക്തം 7. നമ്മുടെ പ്രവർത്തന രംഗങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുവാനും സ്ഥലകാല ഭേദമന്യേ മിഷൻ പ്രവർത്തനം നടത്തുവാനും മേരി മക്കൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യേശുനാഥൻ്റെ ഈ മിഷൻ തീഷ്ണത ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ വിശ്രമമില്ലാതെ പങ്കുചേർന്നു. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രിയ വല്യച്ഛൻ ത്യാഗങ്ങൾ സഹിച്ചു. കുരിശുകൾ ക്ഷമയോടും സമചിത്തതയോടും കൂടി സന്തോഷപൂർവ്വം വഹിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയിൽ വ്യാപൃതനായി. ശക്തമായ ഒരു പ്രേഷിത ചൈതന്യത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട വല്യച്ഛൻ. തൻ്റെ ആത്മീയ മക്കളുടെ ജീവിതത്തിന് മാർഗരേഖ തെളിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. തൻ്റെ ജനത്തിന് മുഴുവൻ സത്യത്തിൻ്റെ ദിവ്യപ്രകാശം പകർന്നു നൽകിക്കൊണ്ട് ഇന്നും പ്രശോഭിക്കുന്നു. ദൈവരാജ്യം സംജാതമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വല്യച്ഛൻ ദൈവേഷ്ടം പ്രാർത്ഥനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പും പ്രാർത്ഥനയിലൂടെയാണ് വല്യച്ഛൻ നയിച്ചത്. ദൈവഹിതം തിരിച്ചറിയുവാൻ പ്രാർത്ഥിച്ചത് ലഭിക്കുമെന്ന് വിശ്വസിച്ചു. വിശ്വാസത്തിലൂടെ നാൾക്കുനാൾ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടു. ആ സ്നേഹത്തിൻ്റെ പ്രകടനം പ്രാർത്ഥനയിലൂടെ സാധ്യതമാക്കി. ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ അളവുകോൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉറയുന്ന കാരുണ്യത്തിൻ്റെ തോതനുസരിച്ചാണ്. കാരുണ്യം ഹൃദയത്തിൽ ഘനീഭവിക്കുമ്പോൾ അത് സ്നേഹപ്രവൃത്തികളായും ആർദ്രസ്പർശനങ്ങളായും സാന്ത്വന വചസ്സുകളായും വാത്സല്യ കടാക്ഷങ്ങളായും സഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്നു. നന്മയുടെ ഈ പ്രവാഹം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും അനൈക്യത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്കും, സമൂഹങ്ങളിൽ നിന്നും സമൂഹങ്ങളിലേക്കും, രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്കും പരന്നൊഴുകുമ്പോൾ ഈ ഭൂമിയിൽ ദൈവരാജ്യം വരവായി എന്ന് വല്യച്ഛൻ വിശ്വസിച്ചിരുന്നു. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച ഈ മിഷണറി പ്രിയ വല്യച്ഛൻ സുവിശേഷ ശുശ്രൂഷയിൽ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തി. വചനത്താൽ ജ്വലിച്ച ഹൃദയത്തോടെ ദൈവവചനത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ശുശ്രൂഷകനുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നാഥൻ്റെ രക്ഷാകര സ്നേഹം ഇടയനില്ലാതെ അലഞ്ഞിരുന്ന ദൈവമക്കൾക്ക് പകർന്നു നൽകി. പതറാത്ത വിശ്വാസവും സത്യസന്ധമായ ജീവിതവും വഴി സദാ കർമ്മനിരതനായിരുന്ന അദ്ദേഹത്തിൽ വലിയ പ്രവാചകനെയും മനുഷ്യസ്നേഹിയെയും ജനസമൂഹം ദർശിച്ചു. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തൻ്റെ പ്രേഷിത യാത്ര അർപ്പണബോധത്തോടെ നീണ്ട 5 പതിറ്റാണ്ടുകൾ കൃപയ്ക്കുമേൽ കൃപ നിറഞ്ഞ് സമൃദ്ധമായ ഫലങ്ങൾ കൊയ്തെടുത്ത് പൂർത്തിയാക്കി. നമുക്കും ഈ പുണ്യതാതൻ്റെ പാത പിന്തുടർന്ന് മിഷൻ പ്രവർത്തനം നടത്തുവാൻ ഒരുക്കമുള്ളവരാകാം. ആ പുണ്യാത്മാവിന് പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിക്കാം.